പാർട്ടി ഇത് പോയ ഒരാൾ പലതും പറയും. അതിപ്പോ സുധാകരന്റെ ആക്ഷേപങ്ങളൊക്കെ ബഹുമതികളായിട്ടാണ്. അങ്ങനെ കണ്ടാൽ മതി. പറയുന്നത് സുധാകരനല്ലേ. മൂല്യം നഷ്ടപ്പെട്ട നാണയം കൊണ്ട് നമ്മുടെ നാട്ടില് ഒരു വിനിമയവും നടത്താൻ കഴിയും. SDP എന്തെങ്കിലും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? അവര് അങ്ങനെ രാഷ്ട്രീയ നിലപാടൊന്നും വ്യക്തമാക്കാത്തടത്തോളം നമ്മൾ റോട്ടിൽ കൂടി നടന്നിട്ട് ഒരു മൈക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്റെ വോട്ട് വേണ്ട, ബിന്റെ വോട്ട് വേണ്ട, സിന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിഭ്രമം വന്ന ആൾക്കാർ ചോദിക്കും ഞങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങള് ഞങ്ങളെ ബുദ്ധിഭ്രമം വന്നവരാക്കണ്ട വെറുതെ. അവരൊന്നും പറയില്ല, അവരിതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആർക്കാണ് വോട്ട് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളം പൊതുവെ നല്ല രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു പ്രദേശമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ നോക്കിയാല് ഇടതുപക്ഷത്തിന് വടക്കൻ കേരളത്തിൽ മലപ്പുറം ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പൊതുവെ ഇടതുപക്ഷത്തിന് മികച്ച വിജയം കിട്ടുന്നതാണ് നാളിതുവരെയുള്ള അനുഭവം. ഇപ്പോ ഒരു സാമുദായിക ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കി അവിടെ തള്ളിക്കയറാൻ UDF ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂടി UDFന്റെ ഭാഗമാക്കിയത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി ഭാഗമാക്കി വടക്കൻ കേരളത്തിലെ തങ്ങളുടെ സാന്നിധ്യം വിപുലപ്പെടുത്തുക എന്ന UDF ലക്ഷ്യത്തിന് സ്വീകാര്യത കിട്ടാൻ ചില മാധ്യമങ്ങൾ ഇപ്പൊ ഈ പ്രചരണം ഏറ്റെടുത്തി. ഇതൊരു പൊതു പ്രചരണമല്ല. UDF അനുകൂലമായ ചില മാധ്യമങ്ങൾ അങ്ങനെ ഒരു പ്രചരണത്തിന് മുന്നിലിരിക്കുന്നതാണ്. അത് ആ മാധ്യമങ്ങൾക്കൊരു താല്പര്യം, ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതിൽ താല്പര്യമുള്ള മാധ്യമങ്ങളാണ് ഇത്തരം ഒരു പ്രചാരവേല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ നോക്കിയാൽ ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള ജില്ലകളാണ് വടക്കൻ കേരളത്തിലുള്ളത്. ആ അടിത്തറ നിലനിർത്താനാവും. മാത്രമല്ല മലപ്പുറം ജില്ലയിൽ പോലും പുതിയ ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിനുള്ള സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് കേവലം ഒരു പ്രചരണം മാത്രമാണ്, യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തൊരു കാര്യം. ഇതൊക്കെ പാർട്ടി ഇത് പോയ ഒരാൾ പലതും പറയും. അതിപ്പോ സുധാകരന്റെ ആക്ഷേപങ്ങളൊക്കെ ബഹുമതികളായിട്ടാണ്. അങ്ങനെ കണ്ടാൽ മതി. പറയുന്നത് സുധാകരനല്ലേ. മൂല്യം നഷ്ടപ്പെട്ട നാണയം കൊണ്ട് നമ്മുടെ നാട്ടില് ഒരു വിനിമയവും നടത്താൻ കഴിയും. അത്രയേ ഉള്ളൂ അതില് അഭിപ്രായം പറയേണ്ടത്. വ്യക്താണല്ലോ, ഞാൻ വേറെ പറയേണ്ട കാര്യം അതും വ്യക്താണല്ലോ. ഒരു CPMന്റെ നേതാവിനെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസുകാർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ സഹായം CPM ചോദിക്കുമോ? ഇതൊന്നും നടപ്പില്ലാത്തൊരു കാര്യമാണ്. ഇതൊക്കെ എന്നോ നടന്ന സംഭവങ്ങളാണ്. അതൊക്കെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടത്തി അതിന്റെ തീർപ്പുകൾ വന്നിട്ടുണ്ട്. സമൂഹത്തിനറിയുന്ന കാര്യമാണ്. ഇപ്പോ ഒരവസരവാദ നിലപാട് സ്വീകരിച്ച് അതിന് അടിത്തറ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ താൻ വലിയ പുതിയ കുറെ കാര്യങ്ങൾ ഇതാ കണ്ടുപിടിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്ക് തന്ന് സഹായിക്കുന്നു എന്ന് വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ കാണുന്നില്ല. ആ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു കച്ചവടമാണ്, രാഷ്ട്രം നടത്തുന്ന കച്ചവടമാണ് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അത്തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഇത്തരം വർഗീയക്ഷയുടെ അകറ്റി നിർത്തുന്നത് സംസ്ഥാനത്ത് SDP കൊണ്ട് വർഗീയക്ഷ വോട്ട് വേണ്ട എന്ന് പറയുന്നതിൽ വലിയ തടസ്സമുണ്ട്. എല്ലാവരും SDP അവരുടെ നിലപാട് വല്ലതും വ്യക്തമാക്കിയിട്ടുണ്ട്. SDP എന്തെങ്കിലും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? അവര് അങ്ങനെ രാഷ്ട്രീയ നിലപാടൊന്നും വ്യക്തമാക്കാത്തടത്തോളം നമ്മൾ റോട്ടിൽ കൂടി നടന്നിട്ട് ഒരു മൈക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക്
എന്റെ വോട്ട് വേണ്ട, ബീന്റെ വോട്ട് വേണ്ട, സീന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിഭ്രമം വന്ന ആൾക്കാരില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങള് ഞങ്ങളെ ബുദ്ധിഭ്രമം വന്നവരാക്കണ്ട വെറുതെ. അവരൊന്നും പറയില്ല, അവരിതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആർക്കാണ് വോട്ട് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ല, തെരഞ്ഞെടുപ്പില് വോട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? വോട്ട് വേണ്ട എന്തിനാ? അല്ല, എന്തുകൊണ്ടാ വോട്ട് വേണ്ടെന്ന് പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് എന്താ, ഈ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതിലൊരു വോട്ടുണ്ട്, മനസ്സിലായോ? വോട്ട് വേണ്ട എന്ന് വെറുതെ പറയില്ല, വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് കിട്ടും. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് തന്നെ അത് ചെയ്യാം. ഒക്കെ നമ്മളെപ്പോഴും എന്താ, സമൂഹം അംഗീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ പൊതു സ്വീകാര്യതയുള്ള നിലപാടുകൾ ആണ് സ്വീകരിക്കുക. അല്ലാതെ പിന്നെ ഈ നിങ്ങൾക്കിപ്പോൾ ഒരു താല്പര്യമുണ്ടോ ചോദ്യം ചോദിക്കുന്നവർക്കൊരു താല്പര്യമുണ്ട്. അവരുടെ താല്പര്യം എന്താ വെച്ചാല് CPM-ന്റെ ശരിയായ നിലപാടുകൾ വെള്ളം ചേർത്തിരിക്കുന്നു എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കണം. അതിൽ നിങ്ങൾക്ക് അതിന്റെ താല്പര്യം ഉണ്ടാവും, ആ താല്പര്യം ഞങ്ങൾക്കില്ല. അപ്പൊ അതിന്റെ ഉത്തരവ് അങ്ങനെ കണ്ടാൽ എന്നാ നമുക്കൊരു ഓർമ്മശക്തി ഇതാണ്. അങ്ങനെ ഇത് സംശയത്തിന്റെ ഒന്നും വിഷയമല്ല, ഇത് രാഷ്ട്രീയ നിലപാടുകളുടെ വിഷയമല്ലേ. ഒരു തരം വർഗീയ ശക്തികളും ചേരികളുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വിപുലീകരിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലീകരിക്കുക എന്നാൽ ആ മുന്നണി ഘടകകക്ഷികളാകെ ചർച്ച ചെയ്ത് വിപുലീകരിക്കുക ചെയ്യാം. ഇടതുപക്ഷ നയങ്ങളും അങ്ങനെ തന്നെയാണ് മാറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി ആലോചിച്ച് അതിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ മാറ്റും. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഞങ്ങൾ നയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, ആഗ്രഹിക്കാത്തവരും ഉണ്ടാവും. എല്ലാവരെയും അറിയിച്ച് പറഞ്ഞല്ലേ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നമ്മള് തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ വിരുദ്ധർക്ക് വിവാദമുണ്ടാക്കി ഞങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ഒരവസരം കിട്ടുന്ന തരത്തിലുള്ള മറുപടി നിങ്ങളെ കിട്ടാൻ വേണ്ടി ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയില്ലല്ലോ. സമൂഹത്തിലെ എല്ലാ തരത്തിലും ഒരു പുരോഗമനമായ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന ഒരു ഭാഗമാണ് ഈ വർഗീയ കക്ഷികളെന്ന് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് SDPI. അവർക്ക് പല കാര്യങ്ങളിലും നമ്മുടെ നാടിന് വലിയൊക്കെ പുരോഗതിയും കൂടെ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നടത്തുന്നത്. അപ്പൊ അത്തരക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു ഘടകമല്ലേ? അല്ല, വോട്ടിനെ സംബന്ധിച്ച് നമ്മളെന്താ നോക്കുക, വോട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ CPIM-ന്റെ അനുഭാവികൾ മാത്രം ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് ആരെങ്കിലും തെരഞ്ഞെടുപ്പ് പറയും. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും കൂടി വോട്ട് വേണം എന്നല്ലേ പറയും. അല്ലാതെ CPIM-ന്റെ അനുഭാവി മാത്രം വോട്ട് ചെയ്താൽ മതി, അത് അങ്ങനെ ഒരു വോട്ട് പിടുത്തില്ല. വോട്ടിൽ എപ്പോഴും നമ്മൾ പറയുക, ഞങ്ങളുടെ അനുഭാവികൾ, ബന്ധുക്കൾ, അവരുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളെ പിന്നിൽ അണിനിരുന്ന ആളുകൾ. അത് നിങ്ങൾ പറയുന്നൊരു പ്രത്യേക സംഘടനയല്ല, അങ്ങനെയല്ല. അത് നിങ്ങളൊരു താല്പര്യം ഉണ്ടാവും ഈ ചോദ്യത്തിൽ. അത് അങ്ങനെയല്ല പറയുക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കേരളീയ പൊതുസമൂഹത്തോടാണ് വോട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു. അല്ല ഒരു പ്രത്യേക സംഘടനയുമായി ബന്ധപ്പെട്ടല്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമീപനം. കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ എല്ലാ മതനിരപേക്ഷവാദികളോടും LDF-നോട് സഹകരിക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ചുറ്റും നിന്നാണ്. ഇവിടെ കേരളത്തില് SDPI എന്ന് പറയുന്ന ഒരു പാർട്ടി അവര് ഇന്നലെയും വ്യക്തമാക്കി കണ്ടു. ഇന്നലെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നയം തീരുമാനിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെങ്ങനെ ഈ തീരുമാനം അറിഞ്ഞു? നിങ്ങളൊന്ന് വ്യക്തമാക്കും. നയം തീരുമാനിക്കാത്ത SDPI-യുടെ നയം നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളറിഞ്ഞു? അവർ പറയുന്നത് ഞാൻ വൈകുന്നേരം നോക്കി TV-യിൽ അവിടെ പറയേണ്ടവര് ഞങ്ങൾ തീരുമാനിക്കാൻ പോകണേ ഉള്ളൂ എന്ന്. അപ്പൊ അവര് തീരുമാനിച്ചാൽ ഹൈപ്പോത്തറ്റിക്കലാണ് ചോദ്യം. അതിന്റെ മറുപടിയും പറയാൻ പാടില്ല. മറുപടി പറഞ്ഞാൽ നമ്മളൊരു ബുദ്ധിയില്ലാത്ത ആളുകൾ. അപ്പൊ അതുകൊണ്ട് അവരവരുടെ നയം വ്യക്തമാക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. അപ്പൊ നമുക്ക് ആ സംശയത്തെ അപ്പൊ ദൂരീകരിക്കാം.
അതുവരെ നിങ്ങൾ എസ് ടി പി ഐ എന്ന് പറഞ്ഞാണ്ട് ഞങ്ങളെ തലയിക്കുന്നുണ്ടാവും. എവിടെ എവിടെ അല്ല, അദ്ദേഹം ആദ്യം തുടങ്ങിയത് ജനകീയ സ്വതന്ത്രനായിട്ടാണല്ലോ. ജനകീയ സ്വതന്ത്രനായി തുടങ്ങി, പിന്നെ UDF സ്വതന്ത്രനായിട്ട് മാറി. പിന്നെ അവരെല്ലാം അവിടെ വന്ന് ഇരിക്കുന്നത് കണ്ടു. കുറെ തൃശ്ശൂർ ആലപ്പുഴയിലെ പിന്നെ ഒരു മുൻ വിപ്ലവകാരിക്ക് ചുറ്റും ഈ പ്രതിലോമകാരികൾ അങ്ങനെ ഇരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ നടത്തിയ പ്രസ്താവനകളാണ് ഇതൊക്കെ. നമ്മളതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയൊരു വെയിറ്റ് ഇട്ടിട്ട് നമ്മളതിന് പിന്നിൽ തൂങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പോയ ഒരാള് പാർട്ടി വിരുദ്ധ ചേരിയിലെത്തിയാൽ എല്ലാ പാർട്ടി വിരുദ്ധരെയും ഏകോപിപ്പിച്ചുകൊണ്ട് തന്റെ നിലപാടിന്റെ ശരി അന്വേഷിച്ചു പോകുന്നത്. അങ്ങനെ പോട്ടെ, നമുക്ക് തെരഞ്ഞെടുപ്പല്ലേ, നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മളൊക്കെ കാണുമല്ലോ. നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യാം. അതുവരെ ഇതിങ്ങനെ പോട്ടെ.